യോഹന്നാൻ 19:30 നമുക്ക് നിവർത്തിയ എന്ന പദം കാണാൻ കഴിയുന്നത്. ഗ്രീക്കിൽ ഈ പദത്തിന് ടെറ്റലസ്റ്റായി എന്ന് പറയുന്നു. ടെറ്റലസ്റ്റായി എന്ന പദത്തിന്റെ അർത്ഥം പര്യവസാനിച്ചു, കൊടുത്തു തീർത്തു, സകലതും പൂർണ്ണമായി കഴിഞ്ഞു എന്നൊക്കെയാണ്. പലരും നിവർത്തിയ എന്ന പദത്തിന് ഒരു രോദനമായി കണക്കാക്കി വരുന്നു. എന്നാൽ ഇതൊരു രോദനമല്ല, സന്തോഷമാണ്. കഴിഞ്ഞു എന്ന വിജയത്തിന്റെ സന്തോഷം. നിവർത്തിയ എന്ന വാക്കിനെ നമുക്ക് വിജയത്തിന്റെ സന്തോഷമായാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് നിവർത്തിയായത്? യേശു പറഞ്ഞു നിവർത്തിയായെന്നു. എന്തൊക്കെയാണ് നിവർത്തിയായത്? ഞാൻ നിങ്ങളോട് 4 കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി മത്തായി 5:17 അവൻ ന്യായപ്രമാണത്തെ നിവർത്തിച്ചു എന്ന് പറയുന്നു. രണ്ടാമതായി ഗലാത്യർ 3:14 ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് മനുഷ്യനെ വിലക്കി വാങ്ങി. 1 യോഹന്നാൻ 3:8 പിശാചിനെയും തിന്മയുടെ പ്രവൃത്തികളെയും എന്നേക്കുമായി അഴിച്ചു, അതായത് പിശാചിന്റെ അധികാരത്തെ ഇല്ലാതാക്കി. നാലാമതായി ദൈവത്തോട് മനുഷ്യനുണ്ടായിരുന്ന കടം എഴുതിത്തള്ളി, അതായിരുന്നു കാൽവരി ക്രൂശിലെ മരണം. മാനവജാതിക്ക് ദൈവത്തോട് ഉണ്ടായിരുന്ന കടം എഴുതിത്തള്ളി, അതായത് മാനവരാശിക്ക് ആയുഷ്കാലം മുഴുവൻ കൊടുത്തു തീർക്കാൻ പറ്റാത്ത കടം ദൈവത്തോടുണ്ടായിരുന്നു. അത് മുഴുവനായി കാൽവരി ക്രൂശിൽ എഴുതിത്തള്ളി. അതുകൊണ്ടാണ് ക്രൂശിലാണ് രക്ഷ എന്ന് പറയുന്നത്. പിതാവ് തന്നെ ഭൂമിയിൽ അയച്ചതിൻ്റെ ലക്ഷ്യം പൂർണ്ണമായി നിവർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ. യോഹന്നാൻ യേശുവിനെ ഇങ്ങനെ പറയുന്നു: ലോകത്തിനെ മുഴുവൻ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പാപികളുടെ മോചനത്തിനു വേണ്ടിയുള്ള കർത്താവിൻ്റെ യാഗമായിരുന്നു കാൽവരി ക്രൂശിലെ മരണം. നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ യേശു യാഗമാകുകയാണ്. അതുകൊണ്ടാണ് യേശു വിളിച്ചു പറയുന്നത് നിവർത്തിയായി എന്ന്. പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട് ഒരു വിജയാളിയുടെ ശബ്ദമാണ് ഇവിടെ ഉയരുന്നത്. സ്വയം നിവർത്തനാകുകയാണ് യേശു. എല്ലാവരും ജീവിക്കുവാൻ വേണ്ടി ജനിക്കുമ്പോൾ യേശു ജനിക്കുന്നത് മരിക്കുവാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ യാത്ര ക്രൂശിലേക്കായിരുന്നു. നിവർത്തിയ എന്ന് ക്രിസ്തു പറയുമ്പോൾ ഇതൊരു പ്രവചന നിവർത്തിയായിരുന്നു. നൂറ്റാണ്ടുകൾ മുമ്പ് പ്രവാചകൻ മുഖാന്തരം പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ ഇതാ കാൽവരിയുടെ ഉന്നതങ്ങൾ എല്ലാവിധമായ പാപത്തിൻ്റെ കടങ്ങളും തീർത്തുകൊണ്ട് വിജയാഘോഷത്തോടെ യേശു നിവർത്തിയ എന്ന് പറയുന്നു. നിവർത്തിയ എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. യേശു തമ്പുരാൻ്റെ മരണത്താൽ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നിവർത്തിയായി സകല കടവും അവൻ വീട്ടിയിരിക്കുന്നു എന്ന് വിശ്വസിച്ച് സമാധാനം കൊള്ളുന്ന ജീവിതം നയിക്കാൻ നമ്മെ ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. 141 കീർത്തനം 1-8